നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് ചിപ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ് തരിക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചിപ്സിന് എടുക്കുമ്പോൾ നമ്മൾ കറി വെക്കണ കിഴങ്ങോ ഊട്ടിക്കിഴങ്ങോ മേടിക്കരുത്. കടയിൽ പോയി കഴിഞ്ഞാൽ ചിപ്സിനുള്ള ഉരുളക്കിഴങ്ങ് ചോദിച്ചാൽ അവർ പ്രത്യേകം തരും. കിഴങ്ങ് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കും. ഉരുളക്കിഴങ്ങ് നമ്മൾ ചെത്തി വളർത്തി തന്നെ ഇടണം. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെടുക്കുകയാണെന്ന് പറഞ്ഞാൽ ചെറിയ മെഷീൻ മേടിക്കാൻ കിട്ടും, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യണ മെഷീൻ. അപ്പോൾ അതിൽ നിങ്ങൾ ഇതിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം ചെത്തി കഴിഞ്ഞു. നമുക്കിതിന് വേറെ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. കഴുകി വെള്ളത്തിലേക്ക് മാറ്റി വേറൊരു വെള്ളത്തിലിട്ടാൽ മതി. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം കിടക്കണത്. അപ്പോൾ വെള്ളത്തിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് വെള്ളം വടിയാൻ വെക്കണം. നല്ലപോലെ വെള്ളം വടിഞ്ഞതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചിപ്സ് പൊരിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നല്ല ചൂട് വേണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചിപ്സ് പൊരിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ എണ്ണ നല്ല ചൂട് വേണം. അപ്പോൾ ചിപ്സ് എടുക്കാനുള്ള പരുവായിട്ടുണ്ട്. നല്ലോണം മുറുകണം. നമ്മളൊന്നും എടുത്ത് അങ്ങനെ പൊട്ടിപ്പോകണം, അങ്ങനെ മുറിഞ്ഞു പോകണം. ഇത് എടുക്കാനുള്ള പരുവായിട്ടുണ്ട്. അപ്പോൾ ചിപ്സ് പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. പൊരിച്ച് കൊട്ടി അപ്പം തന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളകും മുളക് പൊടി ഉപ്പുമാണ്. ഇത് മൂന്നും പാടെ മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് വിതറി കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ മസാലക്കൂട്ട്. അപ്പോൾ ക്രിസ്പിയായ ഉരുളക്കിഴങ്ങ് ചിപ്സ് നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എടുക്കുക, വളരെ ഈസി ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ് തരിക, ഷെയർ ചെയ്യുക.